ഹല്ലേലൂയ. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇവിടെ നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാവുക എന്ന വിഷയം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാവുക എന്നുള്ളൊരു കൽപ്പന മാത്രമല്ല. അത് കൽപ്പനയാണെങ്കിൽ അത് മധുരമുള്ളൊരു കൽപ്പനയാണ്. കാരണം അത് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം എന്നെ അടിച്ചേൽപ്പിക്കുകയല്ല. പ്രത്യുത എനിക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ റിസോഴ്സസും തന്നുകൊണ്ടാണ് അവൻ എന്നെ വിളിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ അതിനുവേണ്ടി ആവശ്യപ്പെടുന്നത്. ആദ്യം നമ്മൾ കണ്ടു, നമുക്ക് ഒരു വിളിയുണ്ട്, എ ഡിവൈൻ കോൾ. ആ ഡിവൈൻ കോൾ എന്ന് പറയുന്നത് ഒരു കമ്മീഷനിങ് ആണ്, ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അല്ലാതെ വെറുതെ ഒരു പേര് വിളിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തായിട്ട് നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് വിളിക്കുകയാണ്. നീ ഇന്ന കാര്യമായി ഇന്നതുപോലെ ആയി തീരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അഥവാ ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു ടാർഗറ്റ് പോയിന്റിലേക്കാണ് വിളിക്കുന്നത്, ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു ഡിവൈൻ ഫെയ്ത്ത് നമുക്കുണ്ട്, ഒരു അതിവിശുദ്ധമായ അല്ലെങ്കിൽ വിലയേറിയതായ ഒരു വിശ്വാസം, ലഭിച്ച വിശ്വാസം എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫെയ്ത്ത് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു വിശ്വാസമല്ല. പ്രത്യുത ഇത് ദിസ് ഫെയ്ത്ത് ലിങ്ക്സ് മീ വിത്ത് ജീസസ്, എന്നെ യേശുവുമായി ഫ്യൂസ് ചെയ്യുന്നതാണ് ഈ വിശ്വാസം. യേശുവായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ ഇടുക്കിയിലെ ജനറേറ്ററിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി അത് 110 kV സ്റ്റേഷനിൽ നിന്ന് 66 kV സ്റ്റേഷനിൽ നിന്ന് 11 kV ലൈനിലെ സ്റ്റേഷനിൽ വന്ന് ഇത് 220 വോൾട്ട് ലൂടെ കയറി ഇവിടെ വന്നാലും, എന്റെ വീട്ടിൽ വരെ വന്നാലും ഫ്യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ലൈറ്റും മറ്റും കത്തത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനായിട്ട് കഴിയില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വിശ്വാസം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെയും യേശുവിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ലിങ്ക് ചെയ്താൽ ബാക്കിയുള്ളതെല്ലാം എന്റെയാണ്. പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ യേശുവായിട്ട് ഫ്യൂസ് ചെയ്യപ്പെട്ടാൽ രക്ഷ എന്റേതായി, അതുപോലെ അവന്റെ വിശുദ്ധി എന്നിലേക്ക് അവൻ പകരുന്നു, എല്ലാം ഇതിലേക്കൂടെ വരുന്നത്. ഈ വിശ്വാസം എന്നുള്ള ഈ ലിങ്കിലൂടെയാണ് രക്ഷ എന്നിലേക്ക് പ്രവേശിക്കുന്നത്, വിശുദ്ധി എന്നിലേക്ക് പ്രവേശിക്കുന്നത്, അതുപോലെ തേജസ് നമ്മൾ ഇന്നലെ കണ്ടു, ആ തേജസ് എന്നിലേക്ക് പ്രവേശിക്കുന്നത്, അതുപോലെ എക്സലൻസ്, ഈ ആത്മീയ ജീവിതത്തിലെ ദിവ്യ സ്വഭാവത്തിന്റെ വളർച്ച, ഇതെല്ലാം എന്നിലേക്ക് പ്രവഹിക്കണമെങ്കിൽ അതിനുള്ള ഒരു കമ്പിനാര് പോലെയുള്ള ഒരു ഫെയ്ത്ത് ആണ്. അത് പൊട്ടിപ്പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഫെയ്ത്ത് ഇല്ലാതെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. വിശ്വാസത്തിന്റെ ആ ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകണം. എന്താണ് വിശ്വാസം? വിശ്വസിക്കുക എന്ന് പറയുന്നത് അല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ലിങ്കിങ് വിത്ത് ജീസസ്, യേശുവും ഒരുമിച്ചുള്ള, ഞാൻ യേശുവിനോട് ചേർന്നിരിക്കുന്ന, അതുകൊണ്ട് ഞാൻ യേശുവുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് എല്ലാം എന്താണ് എന്റേതായി തീരുന്നു. പത്രോസിന് ലഭിച്ച അതേ വിശ്വാസം നമ്മൾ കണ്ടു. അതേ വിശ്വാസം, വേറെ വിശ്വാസമല്ല, സെയിം ഫെയ്ത്ത് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് വിലയേറിയതാക്കാൻ കാരണം, വിലയേറിയ യേശുവുമായിട്ട് എന്നെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. എന്നെ യേശുവുമായിട്ട് ലിങ്ക് ചെയ്ത് എന്നെ ഈ വിശ്വാസം എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ളതാണ്, എല്ലാ വ്യക്തികളിലേക്കുമുള്ളതാണ്. അത് ഇന്ത്യയിലുള്ള എനിക്കും ആഫ്രിക്കയിലുള്ള എന്റെ സുഹൃത്തുക്കൾക്കും ശ്രീലങ്കയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും എല്ലാം ഒരേ വിശ്വാസമാണ്. പത്രോസ് പറയുന്നതാണ്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് എഴുതുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതായ കാര്യം. ഇനി ഈ വിലയേറിയ വിശ്വാസം നമ്മളെ യേശുവുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് ഒന്ന്, ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ. അപ്പോൾ നമ്മൾ ദൈവമക്കളാകുന്നത് പോലും എങ്ങനെയാണ്? വിശ്വാസത്താൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം മറക്കരുത്. വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കുന്നതോ, യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരമായി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നതോ കൊണ്ട് മാത്രം, അതെല്ലാം വിശ്വസിച്ചാലേ പറ്റൂ. പക്ഷെ അതല്ല വിശ്വാസം. ലിങ്കിങ് നടന്നില്ലെങ്കിൽ, ഫ്യൂസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ മകനായതുപോലും യേശു ഞാനുമായിട്ട് ലിങ്ക് ചെയ്തതുകൊണ്ടാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ മകനായതുപോലും. അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ മകനാകാനും കഴിയുമായിരുന്നില്ല. എന്നെ ദൈവത്തിന്റെ മകനാക്കുന്നു. ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു.
ഫെയ്ത്ത് ലിങ്ക്സ് മീ വിത്ത് ജീസസ് ആൻഡ് ജീസസ് ലിങ്ക്സ് മീ വിത്ത് ഗാഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞു, വിശ്വാസം എന്നെ യേശുവിനോട് ബന്ധിപ്പിക്കുന്നു, യേശു എന്നെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് എന്നിലേക്ക് ഇപ്പോൾ ഈ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ദിവ്യ സ്വഭാവം ഒഴുകി വരുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇത് വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഈ വിശ്വാസം വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ഘട്ടത്തിലും A to Z. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അപ്പോൾ എന്റെ നീതീകരണം നടക്കുന്നത് എങ്ങനെയാണ്? എന്ത് വിശ്വാസത്താൽ? അതെന്താണ് ഞാൻ പറഞ്ഞത്? ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെയൊക്കെയാണ്. വിശ്വാസത്താൽ എന്ന് പറയുമ്പോഴത്തേക്ക് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം എന്താണ് ഇവിടെ വിശ്വാസം? ഞാൻ പറഞ്ഞ വാക്ക് മറക്കരുത്. എന്താണ് വിശ്വാസം? എന്നെ യേശുവുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർക്കണം. ക്രൂശിൽ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അല്ലെങ്കിൽ അവന്റെ ക്രൂശ് മരണത്താൽ. ക്രൂശിൽ എന്താ സംഭവിക്കുന്നത്? യേശു ഒരു കൈ കൊണ്ട് എന്റെ കൈയെ പിടിച്ചു, മറ്റേ കൈ കൊണ്ട് ദൈവത്തിന്റെ കൈ പിടിച്ചിട്ട് എന്റെയും ദൈവത്തിന്റെയും കൂടെ കൈ യോജിപ്പിച്ചു. നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞത് അല്ലേ? അങ്ങനെ യോജിപ്പിച്ച ആ ഫ്യൂഷൻ കൊണ്ടാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്. ഇപ്പോഴെന്താണ് നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരേ സ്റ്റേജിലേക്ക് പൊക്കിക്കൊണ്ടുവരിക എന്ന്. ഇപ്പൊ പൊക്കിക്കൊണ്ടുവരിക അല്ലെങ്കിൽ ഇടയ്ക്കൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടാക്കുക. ഇപ്പൊ എനിക്കും നിങ്ങൾക്കും മധ്യത്തിൽ സെദാക്കാന്നോ ഹീബ്രുവിൽ വാക്കുണ്ട്. അതായത് ഈ പോഡിയം ഇട്ടിരിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്ക് മധ്യത്തിലായിട്ട് ഒരു തടസ്സമുണ്ട്. ആ തടസ്സമുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ നീതിയില്ല എന്ന് പറയും. ചിലപ്പോൾ നീതിയില്ല എന്നുള്ള വാക്കല്ല, പക്ഷെ അതാണ് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം. ഇടയ്ക്കൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേജ്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിർത്തുന്നതായ സ്റ്റേജ്, ഒരേ ലെവലിലേക്ക് പൊക്കിക്കൊണ്ടുവരുന്ന സ്റ്റേജ്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തതെന്നാണ് പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന എന്റെ കയ്യെ പിടിച്ചിട്ട് പൊക്കി ഇങ്ങെടുത്തു. താഴെ കിടന്നതാണ് ദൈവം. ഇവിടെ മുകളിലും എന്താണ്? ഞാനങ്ങ് താഴെ. ഞങ്ങൾക്ക് നമ്മൾ കാണാൻ പോലും പറ്റാത്ത സംസർഗമില്ലാതിരുന്ന ദൈവ സംസർഗമില്ലാതിരുന്ന സ്റ്റേജിൽ ഉയർത്തിയെടുത്തു. എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ വലിച്ചു കയറ്റി എന്നെ ക്ലീൻ ചെയ്ത് അവന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചിട്ട് ഉയർത്തിയെടുത്ത് പിടിച്ചു. ദൈവവുമായിട്ട് എന്നെ സംസർഗം ഫ്യൂസ് ചെയ്ത് കൊടുത്തു. ആ ഫ്യൂഷനിലൂടെയാണ് നീതീകരണം നടന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവല്ലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ A to Z വിശ്വാസത്താലാണ്. ഓക്കെ, ആ വിശ്വാസത്താലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ സകല ബന്ധങ്ങളുടെയും ആദ്യത്തെ സ്റ്റെപ്പ് നീതീകരണമാണ്. ഞാൻ കുഴഞ്ഞ ചേറ്റിലും ദൈവം ഉയരത്തിലും ആയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു. നീതീകരണം കൂടാതെ ബാക്കിയൊന്നും നടക്കില്ല. അതുകൊണ്ട് ഈ നീതീകരണത്തിന്റെ സ്റ്റേജ് തൊട്ട് ഫെയ്ത്ത് വർക്ക് ചെയ്യാണ്. ഫെയ്ത്ത് എന്താണ്? ലിങ്കിങ് മീ വിത്ത് ജീസസ് ആൻഡ് ജീസസ് ലിങ്ക്സ് മീ വിത്ത് ഗാഡ്. വിശ്വാസം എന്നെ യേശുവുമായി ബന്ധിപ്പിക്കുന്നു, യേശു എന്നെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ട എന്നെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എന്തറിയാമോ? മക്കളാക്കിയതും അങ്ങനെയാണെന്നാ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി. നീതീകരിക്കപ്പെട്ടാൽ മാത്രം പോരാ, നീതീകരിക്കപ്പെട്ടത് കൊണ്ട് മാത്രം മക്കളാകണമെന്നില്ല. നീതീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്, പക്ഷെ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് മാത്രം മക്കളാകുന്നില്ല. മക്കളാകുന്നത് മറ്റൊരു സ്റ്റേജാണ്. അതിന്റെ അടുത്ത സ്റ്റേജാണ് മക്കളാവുക എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടെന്നുള്ള അർത്ഥത്തിലല്ല, നീതീകരണത്തിന്റെ ബേസിൽ നിന്നോണ്ട്. അതായത് ദൈവവും ഞാനും ഒരു ലെവലിൽ നിന്നിട്ടല്ല എനിക്ക് മക്കളാകാൻ പറ്റുള്ളൂ. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ കിടന്നാൽ അവൻ ഒരിക്കലും തിരിച്ച് മകനായി വീട്ടിൽ കയറാൻ പറ്റില്ല. പന്നിക്കൂട് വിട്ട് അപ്പന്റെ ഭവനത്തിൽ മടങ്ങിച്ചെന്നാൽ മാത്രമേ, മടങ്ങിച്ചെന്ന് അപ്പൻ കെട്ടിപ്പിടിച്ചാലല്ല മകനാകാൻ പറ്റുള്ളൂ. എന്നതുപോലെ വിശ്വാസത്താൽ ഫെയ്ത്ത് ലിങ്ക് മീ വിത്ത് ജീസസ്. എന്നിട്ട് നീതീകരിക്കപ്പെടുമ്പോഴും മകനായിട്ടില്ല. അപ്പോഴും ഭവനത്തിന്റെ മുമ്പിൽ നിന്നോണ്ട് ധൂർത്തപുത്രൻ പറയുന്നത്, രക്ഷപ്പെട്ടു, ഏതാണെങ്കിലും ഈ ഭവനത്തിലേക്ക് വീണ്ടും കാലുകുത്തി ഞാനിപ്പോൾ മകനായി തീർന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അവൻ പറയുന്നത്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്ത് നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. നിന്റെ കൂലിക്കാലിൽ ഒരുത്തനെ പോലെ ആക്കണമേ. അത്രയും പറഞ്ഞില്ല, അത് പറയണമെന്ന് പറഞ്ഞാണ് വന്നത്. അവനിത് കാണാതെ പഠിച്ചോണ്ട് വന്നത് കേട്ടോ.
ഇങ്ങനെ വന്ന വഴിക്കല്ലേ ഇതും പറഞ്ഞുകൊണ്ടായിരിക്കും, ഫാദർ ഐ ഹാവ് sinned against you and heavens, I am no more worthy to be called as your servant, called as your son, make me one among your servants എന്നൊക്കെ ഇങ്ങനെ കാണാതെ പിടിച്ചോണ്ട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, ഏത് നിന്റെ മകനായിരിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ചിട്ട് അപ്പൻ പറഞ്ഞു, നോ യു ആർ മൈ സൺ, നീ എന്റെ മകനാ. അതുകൊണ്ട് കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കാൻ പറയേണ്ടി പോലും വന്നില്ല. അതിനു മുമ്പേ തന്നെ മകനാക്കി. പക്ഷേ ഈ മകനായത് അപ്പൻ പറഞ്ഞതുകൊണ്ടല്ല, അല്ലാതെ മടങ്ങി വന്നതുകൊണ്ടല്ല. നമ്മൾ ചിന്തിക്കുന്നത് മടങ്ങി വന്ന ഉടനെ മകനാകുമെന്ന്. അങ്ങനല്ല. അപ്പനാണ് തീരുമാനിക്കുന്നത് മകനാക്കണോ വേണ്ട എന്നുള്ളത്. അപ്പൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് അപ്പന്റെ വായിൽ നിന്ന് കേൾക്കണം. അല്ലാതെ ഞാൻ മടങ്ങി വന്നില്ലേ പിന്നെ എന്നെ മകനാക്കിയാൽ എന്ന് ചോദിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ന്യായവാദവും പറയാനില്ല പ്രിയമുള്ളവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മകനാക്കിയില്ലെന്നോ, അതായത് സംസാരിക്കുമ്പോൾ നമ്മൾ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, സംസാരിക്കുമ്പോൾ നീതിമാനായി. അതായത് ദൈവവും നമ്മളുമായിട്ട് സംസാരിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ന്യായവാദവും പറയാനില്ല. അത് എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ആർക്കുമില്ല. എല്ലാം ആരുടെ കൃപയാണ്? ദൈവത്തിന്റെ കൃപ. ഈ അപ്പൻ പറയുന്നു നീ എന്റെ മകനാണെന്ന്, പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? അതുകൊണ്ട് എന്നെ മകനാക്കിയത് എന്താണ്? ദൈവകൃപയാണ്. ക്രിസ്തുവേശു കയ്യെ പിടിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എന്നെ ലിങ്ക് ചെയ്തുകൊണ്ടാണ്, വിശ്വാസത്താലാണ് മകനാക്കിയത്. അപ്പൊ യേശു പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. യേശു പറഞ്ഞു, ദേ അപ്പാ ഇവനെ മകനാക്കണം. മോൻ പറഞ്ഞാൽ പിന്നെ അനുസരിക്കുകയല്ല, അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു പ്രേരണയെ കുറിച്ചുള്ള എൻ്റെ മെസ്സേജസിനകത്ത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, ഒരു റൈഡ് കയറാൻ ഈ പാർക്കില് ഒരു പയ്യൻ അപ്പന്റെ കൂടെ പോയി. അപ്പം ഓരോ റൈഡ് കഴിയുമ്പോഴും ഒരു ടിക്കറ്റ് എടുക്കണം. $1 മറ്റോ ടിക്കറ്റ് എടുക്കണം. അപ്പം ഒരു റൈഡ് ഇങ്ങനെ കയറി വന്നിട്ട് അപ്പം ഇവന്റെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കനെ ഇവൻ കണ്ടു. അവന്റെ $1 പോലും ഇല്ല. ഉടനെ ഇവൻ എന്ത് പറഞ്ഞു, കുഴപ്പമില്ല നീ കയറിക്കോ, മൈ ഡാഡ് വിൽ ഗിവ് യു മണി. അപ്പം ഈ ചെറുക്കൻ നേരെ കയറി മുന്നേ വന്ന് നിന്നിട്ട് അപ്പനോട് പറഞ്ഞു, ഒരു ടിക്കറ്റ് തരണം. ഇതുവരെ പരിചയമില്ലാത്ത ചെറുക്കൻ വന്നിട്ട് എനിക്ക് $1 ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനിങ്ങനെ നോക്കുക. ഉടനെ മോൻ അവിടെ പറഞ്ഞു, കൊടുത്തേരെ. സ്വന്തം മോൻ എന്താ പറഞ്ഞു, കൊടുത്തേരെ. നമ്മളെ കൊടുത്തേരെ. ഇതേപോലെ യേശുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു മകനാക്കിക്കോ, അതിനുള്ളത് ഞാൻ പേ ചെയ്തോളാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ വിശ്വാസത്താൽ അപ്പോൾ ഈ മകൻ എന്ത് ചെയ്യാണ്? ഈ കൂട്ടുകാരനെയും അവന്റെ അപ്പനെയും തമ്മിൽ എന്ത് ചെയ്യുക? ബന്ധിപ്പിക്കുകയാണ്, ഫ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ ന്യായമല്ലാതിരുന്നിട്ടും കൂടെ, എന്തോന്ന് ന്യായം? പന്നിക്കൂട്ടിൽ എല്ലാ അവകാശങ്ങളും വാങ്ങിച്ചിട്ട് ഇറങ്ങിപ്പോയവനല്ലേ ഇവൻ. അവൻ തിരിച്ചു വന്ന് കയറി വന്ന് ന്യായമായിട്ടൊന്നും അവകാശപ്പെടാൻ അവന് ഇല്ല. പക്ഷേ ന്യായമല്ലാതിരുന്നിട്ട് കൂടെ ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ ലിങ്ക് ചെയ്യപ്പെട്ടുകൊണ്ട് നമ്മൾ എങ്ങനെ ആയിത്തീരുന്നു? ദൈവത്തിന്റെ മക്കൾ ആയിരിക്കുകയാണ്. യേശുവിലൂടെയാണ് ഞാൻ മകനാകുന്നത്, അല്ലെങ്കിൽ എനിക്ക് മകനാകാൻ പറ്റില്ല. അപ്പോ യേശുവിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്, യേശുവിലൂടെയാണ് ഞാൻ മകനാക്കപ്പെട്ടതും. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നമുക്ക് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല, ജീവിപ്പാൻ കഴിയുന്ന ഒരു പ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. വിശ്വാസം എങ്കിലും വിശ്വസിക്കുന്നവർക്ക് ഉള്ള വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന്റെ കീഴെ അടച്ചു കളഞ്ഞു. ഈ വാക്യങ്ങളൊക്കെ വളരെ
നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്ത്, നമ്മൾ പത്രോസിന്റെ ലേഖനം നമ്മൾ 2-ാം അധ്യായം 2 പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ അവസാനത്തെ അധ്യായത്തിലാണെങ്കിലും ഈ പൗലോസിന്റെ വാക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അത് രസകരമാണ്. പൗലോസ് അത് പറയുന്നത് തന്നെ 2 പത്രോസിന്റെ ലേഖനം നമ്മൾ അതിന്റെ 3-ാമത്തെ അധ്യായം വായിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഇതിന്ന് കറക്റ്റായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. ഈ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനമൊക്കെ അറിവില്ലാഞ്ഞിട്ടോ അസ്ഥിരന്മാരോ ആയതുകൊണ്ട് മറ്റ് തിരുവെഴുത്തുകളുടെ കാര്യം പറഞ്ഞതുപോലെ ഈ കൃപയുടെ സുവിശേഷകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടികളും അവരുടെ നാശത്തിനായി എന്ത് ചെയ്തിരിക്കുകയാണ്? കൂട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ഇവരെല്ലാം ഉപയോഗിക്കുന്നത് വേദത്തിലെ വാക്കുകളാണ്. അതാണ് ഇന്നത്തെ പ്രശ്നം. പക്ഷെ എന്താണ് അതിന്റെ അർത്ഥമെന്ന് ഇവർ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ വാക്കുകളെ കോട്ടിക്കളയുന്ന ഒരു സ്റ്റേജ്. എന്നാൽ ഇവിടെ ഗലാത്യ ലേഖനത്തിൽ നമ്മളതിന്റെ 3-ാം അധ്യായത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ ന്യായപ്രമാണം മോശമാണെന്നല്ല അവിടെ പറയുന്നത്. അവരെ സംബന്ധിച്ച് ന്യായപ്രമാണം എന്ന് കേൾക്കുമ്പോഴേ എന്താണ് സംതിങ് ലൈക്ക് അതിനെ സഹിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ്. ഇവിടെ പോൾ എന്താ പറയുന്നത്? 21-ാം വാക്യത്തിൽ, അവിടെ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പോൾ പറയുന്നത് എന്താണ്? എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളും അല്ല. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ആ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അതായത് അനുസരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ന്യായപ്രമാണം കൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ നീതീകരിക്കപ്പെടാമായിരുന്നു എന്നാണ് പറയുന്നത്. നീതിക്ക് ആധാരമാകുമായിരുന്നു. എന്നാൽ നീതിക്ക് ആധാരമായാലും മകനാകണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. പാപിയായ ഒരു മനുഷ്യൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാൽ അവന് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എന്തായി തീരാൻ പറ്റും? നീതീകരിക്കപ്പെടാൻ ഒരു പക്ഷെ കഴിഞ്ഞേനേയും എന്നാണ് പോൾ പറയുന്നത്. ആരും നീതീകരിക്കപ്പെട്ടിട്ടില്ല എന്നും പൗലോസ് പറയുന്നുണ്ട് അല്ലേ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെട്ടിട്ടില്ല. കാര്യം ആർക്കും ഇത് അനുസരിക്കാൻ കഴിഞ്ഞില്ല. അതുപോട്ടെ, ഇനി ഏതെങ്കിലും ഒരാൾ അനുസരിച്ചാലും മാക്സിമം അവന് നീതീകരിക്കപ്പെടാനേ കഴിയുമായിരുന്നുള്ളൂ എന്നാണ് പോൾ പറയുന്നത്. നീതീകരിക്കപ്പെട്ടാലും അവൻ എന്താകണമെന്നില്ല? മകനാകണമെന്നില്ല. മകനാകാൻ ഒരു മാർഗമേ ഉള്ളൂ, ഫെയ്ത്ത്. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ശരിയാണ് പത്രോസ് പറഞ്ഞത്. പൗലോസ് എഴുതിയ പല കാര്യങ്ങളും ഗ്രഹിപ്പാൻ അല്പം പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ട്. പ്രയാസമുണ്ടെങ്കിൽ ഒന്നുകിൽ അത് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക, ഇല്ലെങ്കിൽ അത് വ്യാഖ്യാനിച്ച് കുഴപ്പിക്കരുത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ പറയുന്നത് ന്യായപ്രമാണം അനുസരിച്ചതുകൊണ്ട് ഒരു പക്ഷേ നീതീകരിക്കപ്പെടുന്നത് വരെ നടന്നേക്കാം. അങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ എന്നാലും ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാലും എന്നെ ദൈവത്തിന്റെ മകനാക്കാൻ ആർക്ക് കഴിയില്ല? ന്യായപ്രമാണത്തിന് കഴിയില്ല. അതിന് ആർക്ക് മാത്രമേ കഴിയുള്ളൂ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. കാര്യം ക്രിസ്തുവുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുമ്പോഴാണ് ഞാൻ മകനാകുന്നത്. അല്ലാതെ ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ടല്ല ഞാൻ മകനാകുന്നത്. മകനായവൻ അനുസരിക്കണം, പക്ഷെ അനുസരിച്ചുകൊണ്ട് മകനാകാൻ പറ്റില്ല. പാടും ഞാനേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദി